എല്ലാവർക്കും നമസ്കാരം. ഗുരുജിയാണ് ട്രേഡിംഗ് ഇമോഷൻ ചാനലിൽ നിന്ന്. ഡിസ്കവർ ദ റിയൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ സോൺ ഇൻട്രാഡേ. നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം. ഇന്നലെ നമ്മൾ ഓപ്പൺ ഡിസ്കഷനിൽ നമ്മൾ കുറച്ച് മെമ്പേഴ്സ് ജോയിൻ ചെയ്തിരുന്നു. നമ്മളൊരു എവറി വീക്ക് നോർമൽ അനാലിസിസ് ചെയ്യുന്നതാണ്. അങ്ങനത്തെ ഒരു അനാലിസിസ് നമ്മൾ ഇന്നലെ ഡിസ്കഷൻ ചെയ്തിരുന്നു. അത് തന്നെയാണ്. പക്ഷെ ഇന്ന് ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അവിടെ പ്രതികരിക്കേണ്ടത്, എങ്ങനെയാണ് നമുക്കത് കാണേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. പെട്ടെന്ന് തന്നെ നോക്കാം. ഒരു സെക്കൻഡ്, ഞാൻ ആ ഒരു പെന്ന് എടുത്തോട്ടെ. ഇവിടെ ഉണ്ട്. യെസ്, ഓക്കെ. അതുകൊണ്ട് തന്നെ ഇന്ന് ഫ്ലാറ്റ് ഓപ്പൺ ആയിട്ട് മാർക്കറ്റിൽ നിൽക്കുക ചെറിയ പോയിന്റ്സുകളൊക്കെ ഇറങ്ങണം. കാരണം ഇന്ന് വലിയൊരു ഓപ്ഷൻ ബയറിന് വലിയ തൃപ്തികരമായിട്ട് ഒരു തരുന്ന ഒരു രീതിയല്ല ഇന്ന് കാണുന്നത്. ഓപ്ഷൻ ബയറിനെ സംബന്ധിച്ചോളം നിഫ്റ്റിയിൽ, ഓക്കെ, നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഇപ്പം 19 ഒരു സെക്കൻഡ്, ഓക്കെ, 240 അവിടെ മാർക്കറ്റ് ഓപ്പൺ ആകുന്ന ഒരു ഗ്യാപ്പ് ഡൗൺ ആണ് നിഫ്റ്റി ഫ്യൂച്ചർ. 240 അവിടെ ആണെന്നുണ്ടെങ്കിൽ 240 220 നമുക്കൊരു നല്ലൊരു ഡിമാൻഡ് സോണാണ്. 240 220 മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ആയിട്ട് മാർക്കറ്റ് ഒരു എന്താ പറയുക, ഒരു ഓപ്പൺ സസ്റ്റെയിൻ ചെയ്യുന്നു. ആദ്യത്തെ 15 ഓപ്പൺ സസ്റ്റെയിൻ ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു നല്ലൊരു ഗ്രീൻ ക്യാൻഡിലാണ് മാർക്കറ്റ് ഫോം ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എന്താ പറയുക പ്രീവിയസ് ഡേ ഈ POC അല്ലെങ്കിൽ ഈ ലോ ഇതെത്രയാ, 19,300 ഒരു 60 പോയിന്റിന്റെ ഒരു ടാർഗറ്റ് വെച്ചുകൊണ്ട് ഒരു റിവേഴ്സൽ രാവിലെ തന്നെ ഒരു ഇവിടെ ഓപ്പൺ ആവുകയും എന്നിട്ട് ഒരു 19,300 അവിടെ ഒരു റിവേഴ്സൽ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം 220 അവിടെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നു. ഓപ്പൺ മുകളിലാണ് ഹോൾഡ് ചെയ്യുന്നത്. എന്നുണ്ടെങ്കിൽ ഇതിന്റെ താഴെ ആണെന്നുണ്ടെങ്കിൽ 185 ഒരു ടാർഗറ്റ് താഴോട്ട് നമുക്ക് നോക്കാവുന്നതാണ്. വളരെ ചെറിയ ടാർഗറ്റ് ആണ്, വലിയ ടാർഗറ്റ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു 15-20 പോയിന്റ് ഓപ്ഷൻ ബയർ ആണ് എന്നുണ്ടെങ്കിൽ ഓപ്ഷൻ സെല്ലറിന് നല്ല ദിവസമാകാനുള്ള ചാൻസസ് കൂടുതലാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ ഇതാണ് താഴോട്ടുള്ള നമുക്കൊരു 3 ഡിമാൻഡ് സോൺ. 19 240 220 185 ഇതാണ് നമുക്കുള്ളത്. അതല്ല, മാർക്കറ്റ് ഇവിടെ ഫ്ലാറ്റ് ഓപ്പൺ ആയിട്ട് ഇവിടെ നിന്ന് ഒരു റിജക്ഷൻ ആയി താഴോട്ട് വന്നു വിചാരിച്ചോളൂ. ഇത് കുറച്ചുകൂടെ നന്നായിരിക്കും. കാരണം ഒരു 300 315 അവിടെ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ആവുകയും സ്ട്രൈറ്റായിട്ട് തിരിച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് 240 220 185 എന്നുള്ള താഴോട്ട് ഒരു 3 ടാർഗറ്റ് നോക്കാവുന്നതാണ്. ഇതാണ് താഴോട്ടുള്ള ഒരു ടാർഗറ്റ്. ഓക്കെ, അതല്ല മാർക്കറ്റ് ഫ്ലാറ്റ് ആണ് ഓപ്പൺ ആകുന്നത്. ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഒരു 3 സിനാരിയോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾ തന്നെ വാലിഡേറ്റ് ചെയ്യണം. ഏത് സിനാരിയോയിലാണ് മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾ തന്നെ വാലിഡേറ്റ് ചെയ്യണം. ഓക്കെ, സോ നമ്മൾ ഇന്നലെ കുറെ ഡിസ്കസ് ചെയ്തിരുന്നു. ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഓപ്പൺ ആണെങ്കിൽ മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളതൊക്കെ നമ്മൾ ഇന്നലെ സംസാരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഫ്ലാറ്റ് ഓപ്പൺ ആയി ഈ POCയിൽ അവിടെ ഒരു അക്സെപ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റിന്റെ ക്യാൻഡിൽ നല്ലൊരു ക്ലോസിംഗ് തന്നിട്ട് ഒരു പെട്ടെന്ന് തന്നെ ഒരു ബ്രേക്ക്ഔട്ട് കിട്ടുമ്പോൾ 19,400 ആദ്യത്തെ ടാർഗറ്റും 19,440 രണ്ടാമത്തെ ടാർഗറ്റും 19,440 രണ്ടാമത്തെ ടാർഗറ്റും 440 വേറെ ഒന്നുമല്ല, ഈ സിംഗിൾ പ്രിന്റിന്റെ ഈ ഒരു ടിക്കിന്റെ അവിടെ ആയിട്ട് 440 വരും. അതുകൊണ്ടാണ് ഈ മുകളിലോട്ട് പറയാൻ കാരണം നല്ല പ്രോബബിൾ ആയിട്ടുള്ളത് ഇത് പുവർ ഹൈ ആണ്, വീക്കർ ഹാൻഡ് സെല്ലിംഗ് ആണ്. K പീരീഡിന്റെ അവിടെ വീക്കർ ഹാൻഡ്സ് ആണ്. എന്നിട്ട് ഈ ഒരു അനോമാലി ക്ലിയർ ചെയ്യാനുണ്ട് മാർക്കറ്റ്. അതുകൊണ്ട് തന്നെ ഒരു റിവേഴ്സൽ ട്രേഡ് മുകളിലോട്ട് നമുക്ക് ശ്രമിക്കാവുന്നതാണ് ഫ്ലാറ്റ് ഓപ്പൺ ആയിട്ട്. സോ ഈ 3 സിനാരിയോ, അതായത് ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആവുക, ഇവിടെ ഓപ്പൺ ആയിട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ, ഇവിടെ ഓപ്പൺ ആയിട്ട് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ആസ് പെർ ഗിഫ്റ്റ് നിഫ്റ്റി പ്രകാരം മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പൺ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ തന്നെയാണ് കാണിക്കുന്നത്. ഗ്യാപ്പ് അപ്പിന്റെ യാതൊരു പ്രതികരണം അവിടെ കാണിക്കുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഗ്യാപ്പ് അപ്പിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. ബാങ്ക് നിഫ്റ്റി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് പ്രോമിനന്റ് പോയിന്റ് ഓഫ് കൺട്രോൾ ആണ് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇന്നലെ വെള്ളിയാഴ്ച. സോ മാർക്കറ്റ് അഗെയിൻ ഒരു ഫ്ലാറ്റ് ഓപ്പൺ ആയിട്ട് ഒരു റിജക്ഷൻ കിട്ടിയാൽ താഴെ ഈ ലോ നല്ലൊരു വീക്കാണ് കേട്ടോ. ഈ സിംഗിൾ പ്രിന്റ് അത്ര എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യത്തില്ല. അതിൽ എക്സാക്ട്ലി ഈ ദിവസത്തെ ലോവിന്റെ അവിടെ നിന്നാണ് മാർക്കറ്റ് വീണ്ടും ഒരു സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പൺ ആയി ഇവിടെ നിന്ന് റിജക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ, ഈ PPOCയിൽ റിജക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ടാർഗറ്റ് 43,800 ആദ്യത്തെ ടാർഗറ്റ് 43,800. പിന്നെ ഒരു 700ന്റെ അവിടെ ഒരു 100 പോയിന്റ്, വീണ്ടും ഒരു 650 അവിടെ ഒരു
ഒരു താഴോട്ടുള്ള ഒരു ഡൗൺഫാൾ. സോ ഇത് 3 ടാർഗറ്റ് നമുക്ക് താഴോട്ട് കിട്ടാനായിട്ട് ഉണ്ട്. ഇത് രണ്ടും ഈ 3 പ്രോബബിലിറ്റി ഓഫ് ചാൻസസ് ഇവിടെ ഉണ്ട്. അത് തന്നെ ബാങ്ക് നിഫ്റ്റി ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയി ഈ ഒരു പ്രോമിനന്റ് പോയിന്റ് ഓഫ് കൺട്രോൾ അക്സെപ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ, ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആയിട്ട് അല്ലെങ്കിൽ ഫ്ലാറ്റ് ഓപ്പൺ ആയതിനു ശേഷം ഈ ഒരു പ്രോമിനന്റ് പോയിന്റ് ഓഫ് കൺട്രോൾ ഒരു അക്സെപ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ, സൈക്കോളജിക്കൽ ലെവലാണ് 44,000 എന്ന് പറയുന്നത്, 44,000. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു അക്സെപ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് IB ബ്രേക്ക്ഔട്ട് ഫെയിലിയർ ആണ്. IB ബ്രേക്ക്ഔട്ട് ഫെയിലിയറും ഈ വാല്യൂ ഏരിയ ഹൈയും, അതായത് 44 ഒരു 130 വരയ്ക്കും നമുക്ക് ഒരു 130 പോയിന്റ് റൈഡ് മുകളിലോട്ട് കാണാനും പറ്റും. എന്നിട്ട് മാർക്കറ്റ് മാക്സിമം ഈ ഇങ്ങനെ ഒരു സൈഡ് വേസ് പോകാനുള്ള ചാൻസസ് ഉണ്ട്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 130 മുകളിൽ മാത്രമേ നല്ലൊരു എലോങ്കേഷൻ മാർക്കറ്റ് മുകളിലോട്ട് ബാങ്ക് നിഫ്റ്റി കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ. താഴെ വളരെ സിമ്പിളാണ്. ഇവിടെ നിന്ന് റിജക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ താഴെ ഒരു 800 ഒരു ഡൗൺഫാളും 700 650 ഇങ്ങനെ താഴോട്ട് നമുക്ക് നോക്കാവുന്നതാണ് ബാങ്ക് നിഫ്റ്റി. സോ നിങ്ങളുടെ ട്രേഡ് സെറ്റപ്പ് നിങ്ങൾ പ്ലാൻ ചെയ്യുക. ഇത് നമ്മൾ മാർക്കറ്റ് പ്രൊഫൈൽ ബേസ് ചെയ്തിട്ട് ഒരു ഡിമാൻഡ് ആൻഡ് സപ്ലൈ സോൺ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ നന്ദി, നമസ്കാരം, താങ്ക് യു വെരി മച്ച്.